യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ വാക്യം ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും പലപ്പോഴും ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ശോധനകൾ നേരിടുമ്പോൾ നമുക്കതിനെ സന്തോഷമായി എണ്ണുവാൻ കഴിയാറുണ്ടോ? നമുക്ക് കർത്താവിനെ സ്നേഹിപ്പാനും ആരാധിപ്പാനും കഴിയാറുണ്ടോ? ബറാക്ക ചർച്ചിലെ സഹോദരന്മാരുടെ കൂട്ടായ്മയായ മെൻ ഓഫ് വാലറിലെ ചില സഹോദരങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് നമുക്ക് പ്രാർത്ഥനയോടെ ആസ്വദിക്കാം. യേശുവിനെ നമ്മൾ എന്തിന് ആരാധിക്കണം? നിഷിനെ എവിടെ എത്തി? മീറ്റിംഗ് 10 മണിക്ക് തുടങ്ങും. അച്ഛാ, ഇതേ ഞാൻ അച്ഛൻ്റെ വീടിൻ്റെ സിഗ്നലിൻ്റെ അടുത്തെത്തി. അച്ഛാ, ഇത് ഞാനാ പോളാ. ഞാനും നമ്മുടെ ഹെറിനും റാക്ക് സെറാമിക്സ് ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ താഴെ നിൽപ്പുണ്ട്. എല്ലാവരും എത്തിയല്ലോ. ലേറ്റായ പാസ് ചൂടാവും, ഓടിക്കോ. ഹേ ഷിജു, നിഷിൻ, പോൾ, ഹെറിൻ, എങ്ങോട്ടാ എല്ലാരും കൂടെ ധൃതി പിടിച്ച്? ആരാധനയ്ക്കോ? എന്തിന്? ആരെ? ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പോവുകയാണ്. എന്തിന് നിങ്ങൾ യേശുവിനെ ആരാധിക്കണം? അവൻ ഞങ്ങൾക്ക് നല്ല ആരോഗ്യം തന്നതുകൊണ്ട്. നിങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നവരെക്കാൾ ആരോഗ്യമുള്ള എത്രയോ ലക്ഷം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ളവർ ആദിവാസികളാണ്. അവർക്കാകട്ടെ നിങ്ങളുടെ യേശുവിനെ അറിയുക പോലുമില്ല. സാത്താനെ, ഞങ്ങൾ വിട്ടുപോ. എന്താ പോൾ, നിനക്ക് ഉത്തരം മുട്ടിയോ? സാത്താനെ, നീ വായിച്ചിട്ടില്ലേ ബൈബിളിൽ യേശുക്രിസ്തു അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന്? അതെ, അതൊക്കെ പണ്ട്. ഇപ്പോഴോ? എവിടെ പോയി നിന്റെയൊക്കെ യേശു? കൊറോണ വന്നപ്പോൾ മാടത്തിൽ ഒളിച്ചോ? അല്ലല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ സഭയിൽ അനേകർ പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ തള്ളുന്നതല്ലേ. ഞാൻ തെളിയിക്കാം. നിഷിനെ, നിന്റെ മോൾ ആത്മീയക്ക് പനി വന്ന് ടെമ്പറേച്ചർ 100 ഡിഗ്രി കാണിക്കുമ്പോൾ നിങ്ങൾ പറയും നമുക്ക് പ്രാർത്ഥിക്കാം. 101 ആകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥന തുടരും. എന്നിട്ട് പറയും, കർത്താവേ 102 ആക്കല്ലേ എന്ന്. 102 ഡിഗ്രി ആകുമ്പോൾ 5 പറയും, ചിലപ്പോൾ കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നതാണെന്ന്. അവൻ നമ്മുടെ കുഞ്ഞിനെ കൈവിടില്ല. കുഞ്ഞിന്റെ പനി 103 ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തും. നീ ദൈവകൃപയിൽ നടക്കാത്തത് കൊണ്ട് കർത്താവ് ബാലശിക്ഷ നൽകുന്നതാണ്. വാ, നമുക്ക് കർത്താവിനോട് ക്ഷമ ചോദിക്കാം. പനി 104 ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾ പറയും, വാ നമുക്ക് സാബു പാസ്റ്ററെ വിളിക്കാൻ പ്രാർത്ഥിക്കാൻ പറയാം. സാബു പാസ്റ്റർ സ്ഥിരം പറയുന്ന ചില പ്രാർത്ഥനകളും ശാസനകളും നടത്തും. എന്നിട്ട് ഒടുവിൽ പനി 105 ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം തള്ളിക്കളഞ്ഞ് കുഞ്ഞിനെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടും. ഇനി പറ, സ്വന്തം കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പോലും കൂട്ടാക്കാത്ത ഈ യേശുവിനെ നിങ്ങൾ എന്തിനാരാധിക്കണം? സാത്താനെ, നീ അതിര് വിടുന്നു. ഓ പോൾ, പാസ്റ്ററുടെ മോൻ, നിനക്ക് അതേ പറയാൻ പറ്റൂ. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിനക്ക് തരാൻ പറ്റില്ല. സാത്താനെ, മതിയാക്ക്. ഞങ്ങൾക്ക് ആരാധിക്കാൻ പോകണം. എന്താ മോനെ ശിശു ഇത്ര ധൃതി? കഥ ഇനിയും ബാക്കിയുണ്ട്. പിക്ചർ അബീവി ബാക്കി ഹേ മേരെ ദോസ്ത്. കേട്ടിട്ട് പോ. നിങ്ങൾ വിശ്വാസികൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി സാക്ഷ്യം പറയും. എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു,
പക്ഷെ ദൈവകൃപയാൽ ഒരു പോറൽ പോലും ഏക്കാതെ കർത്താവ് എന്നെ കാത്തു. അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു ആക്സിഡന്റ് നേരിട്ട് കൈ ഒടിഞ്ഞാൽ നിങ്ങൾ സാക്ഷ്യം പറയും, കർത്താവിന് നന്ദി, ഒരു ചെറിയ ഒടിവല്ലേ ഉണ്ടായുള്ളൂ, കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലൊരു ആക്സിഡന്റ് നേരിട്ട് കാര്യമായ തകരാറുകൾ സംഭവിച്ചാൽ നിങ്ങൾ പറയും, ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ, ജീവൻ പോയില്ലല്ലോ. ഒടുവിൽ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ച് നിന്റെ ജീവൻ പോയാൽ ബാക്കി എല്ലാവരും പറയും, ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരാണ്? ദൈവഹിതം പോലെ നടക്കട്ടെ, നമുക്ക് അവനെ നിത്യതയിൽ കാണാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാം മനുഷ്യരല്ലേ, എന്നായാലും മരിക്കണം. മരണത്തെ നമുക്ക് ആർക്കും തടയാൻ കഴിയില്ലല്ലോ. അത് തന്നെയാ വിഡ്ഢികളെ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരാധിച്ചാലും ഇല്ലേലും നിങ്ങൾ മരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ലോകത്തിൽ ദൈവമില്ലാത്തവരും മരിക്കും. നിങ്ങൾക്കും അവർക്കും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ വിശ്വാസികൾ 3 ഗണത്തിൽപ്പെടും. 1, പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ. 2ാമത്തെ കൂട്ടർ പ്രതികൂലങ്ങളിൽ നിന്ന് തൽക്കാലം കരകയറിയവർ. 3ാമത്തെ കൂട്ടർ അടുത്ത പ്രതികൂലത്തിനായി കാത്തിരിക്കുന്നവർ. വെറുതെ സമയം മെനക്കെടുത്താതെ വീട്ടിൽ പോകും. യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പറ ഷിജു, പറ നിഷിൻ, പറ പോൾ, പറ ഹെറിൻ, നിങ്ങൾക്ക് ഉത്തരമില്ല, നിങ്ങൾക്ക് മറുപടിയില്ല. സാത്താനെ, നീ കരുതുന്ന പോലെ ഇവർ എന്നെ ആരാധിക്കുന്നത് ഞാൻ അവർക്ക് ആരോഗ്യം കൊടുത്തതുകൊണ്ടോ ജോലി കൊടുത്തതുകൊണ്ടോ ധനവും സമ്പത്തും കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല. മരണാധികാരിയായ നിന്നെ എൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന ഇവരെയൊക്കെയും വിടുവിച്ച് സ്വർഗീയ പിതാവാം ദൈവത്തിൻ്റെ മക്കളും നിത്യതയ്ക്ക് അവകാശികളുമാക്കി തീർത്തത് കൊണ്ടാണ്. അതല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയല്ല ഇവർ എന്നെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളിൽ നിന്നും ഇവർ വിടുവിക്കപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇവർ എന്നെ ആരാധിക്കും. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ എന്നിൽ നിന്നുമുള്ള ദൈവസ്നേഹത്തിൽ നിന്നും ഇവരെ വേർപിരിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് സമയം മെനക്കെടുത്താതെ ഇവരെ വിട്ടുപോ. ഇവർ എന്നെ നിശ്ചയമായും ആരാധിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വിട്ടുപോ സാത്താനെ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ